നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവളുടെ ഒരു രസഗുള ഉപ്പ് ഏതാ പഞ്ചസാര ഏതാന്ന് രുചിച്ച് നോക്കിയാലല്ലേ നിനക്ക് മനസ്സിലാവും. എങ്ങനെ മരണത്തിന് വർമ്മ സാറിന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിച്ച് തരുമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇനി സാക്ഷാൽ ദൈവം തമ്പുരാൻ തന്നെ എന്തേലും ഒരു വഴി കാണിച്ചു തരണം. കൃത്യസമയത്ത് രാജു അത് കണ്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. എത്ര വലിയ ആപത്തിന്ന് ചേട്ടനും ഋതുമ്പോഴും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. എന്താ ചെയ്ത് അച്ഛൻ എന്തിനാ ഈ ആവശ്യമില്ലാത്ത പണിയൊക്കെ ചെയ്യുന്നത്? ഒന്ന് പോടാ അവിടുന്ന്. ആവശ്യമില്ലാത്ത പണിയാ. വർമ്മ സാറിന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോ എന്തെങ്കിലുമൊക്കെ പണികളുണ്ടെങ്കിൽ നോക്കിയും കണ്ടും ചെയ്യേണ്ടത് നമ്മുടെ കടമയല്ലേ. നീ ചെല്ലടാ. ഈ അച്ഛന്റെ ഒരു കാര്യം. ജോത്സരെ എന്താ അവിടെയാ? എനിക്ക് അനുഗ്രഹം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞതേ അച്ഛന്റെ കയ്യിൽ നിന്നുവാ, അല്ലാതെ പൂജാരിയുടെ കയ്യിൽ നിന്നല്ല. ഒന്ന് സമാധാനപ്പെടും മാഡം. ഞാൻ എന്തേലും ഒരു വഴി ഉണ്ടാക്കാം. മാഡം വാ. നമസ്കാരം. സാക്ഷാൽ മഹാദേവന്റെ സന്നിധിയിൽ പൂജിച്ച പൂക്കളാണ്, സ്വീകരിച്ചോളൂ. മോളെ, മോൾ അച്ഛന്റെ കയ്യിൽ നിന്ന് പൂക്കൾ വാങ്ങിക്കോളൂ. പൂക്കൾ വാങ്ങി മോളുടെ മുറിയിൽ കൊണ്ടുവച്ചോളൂ. ഐശ്വര്യം ഉണ്ടാവും. വേണ്ട, അവൾ എഴുന്നേറ്റോളൂ. അയ്യോ സാർ, ഇന്ന് മോളുടെ പിറന്നാളല്ലേ. സാക്ഷാൽ പരമശിവൻ വർമ്മ സാറിന്റെ രൂപത്തിൽ മോൾക്ക് പൂക്കളാൽ വർഷം തീർത്ത് ആശീർവാദം നൽകിയെന്ന് വിചാരിച്ചോളൂ. എല്ലാം മഹേശ്വരന്റെ ലീല, അല്ലാതെ എന്തു പറയാനാ. അമ്മേ, ഇത് അവന്റെ ബുദ്ധിയാ. ഞാൻ കേട്ടതാ അവര് സംസാരിക്കുന്നത്. അവൻ എന്ത് വിചാരിച്ചാലും അത് നടക്കും. ഞാൻ എന്ത് വിചാരിച്ചാലും അത് നടക്കാൻ അവൻ സമ്മതിക്കില്ല. കുറച്ചു നേരം ഒന്ന് സമാധാനപ്പെട്. അനുഗ്രഹം കിട്ടിയെന്ന് വെച്ച് എല്ലാം ഇവിടം കൊണ്ട് തീരില്ലല്ലോ. ഇനിയുള്ള സമയം അത് നമ്മുടേതാ.
എന്തായി തരുന്നേ? ഞാനേ ഒരു സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് അതിന് വേണ്ട സാധനങ്ങൾ തരികയായിരുന്നു. എന്ത് സ്വീറ്റ്? രസഗുള. കൊള്ളാം, നടന്നത് തന്നെ. അതെന്താ അപ്പു, നീ എങ്ങനെ പറഞ്ഞു കളിയാക്കുന്നെ? രസഗുള ഉണ്ടാക്കാൻ ഞാൻ വീഡിയോ കണ്ടു പഠിച്ചു. ഓ, അപ്പൊ പരീക്ഷണമാണ്. അതെ, പരീക്ഷണമാണ്. എന്തിനാ മോളെ നീ വെറുതെ ബുദ്ധിമുട്ടുന്നത്? സ്വീറ്റ് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. വേണ്ട ചെറിയമ്മേ, ആദ്യമായി ഒരു പിറന്നാളിന് അച്ഛന്റെ കൈകൊണ്ട് ആശീർവാദം കിട്ടിയ സന്തോഷത്തിലാ ഞാൻ. എന്റെ കൈകൊണ്ട് തന്നെ സ്വീറ്റ് ഉണ്ടാക്കി അച്ഛന് കൊടുക്കണമെന്ന് എന്റെ ആഗ്രഹം. ചെറിയമ്മേ, ആരും ഇവിടേക്ക് വരാതെ നോക്കണേ. ഞാൻ സ്വീറ്റ് ഉണ്ടാക്കുന്നത് ആരെങ്കിലും ഒക്കെ കണ്ട് അത് അച്ഛനോട് പറഞ്ഞ അച്ഛൻ പിന്നെ അത് കഴിക്കില്ല. ശരി മോളെ. ആ, രസഗുള ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ 6 റാക്കിലുണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മോളെ വിളിച്ചാൽ മതി. ശരി ചെറിയമ്മേ. വാ. അപ്പോ അച്ഛന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം കിട്ടിയിട്ടും ഹൃതിക അടങ്ങിയിട്ടില്ല. ഇനി സ്വീറ്റ്സ് കൂടി തീറ്റിച്ചാലേ അവൾക്ക് സമാധാനാവും. എടാ, അവൾ ഉണ്ടാക്കട്ടെടാ മോനെ, നമ്മളിവിടെ ഇല്ലേ? ആദ്യം പഞ്ചസാര പാനി ഉണ്ടാക്കണം. അയ്യോ, ഇത് ഉപ്പാണല്ലോ. ഇതാണ് പഞ്ചസാര. പാലെടുക്കണം. ഇനി നാരങ്ങ. അയ്യോ, ഫോണില് ചാർജ് കുറവാണല്ലോ. ചാർജർ എടുത്തോണ്ട് വരാം. അവളുടെ ഒരു രസഗുള. ഉപ്പ് ഏതാ പഞ്ചസാര ഏതാന്ന് രുചിച്ച് നോക്കിയാലല്ലേ നിനക്ക് മനസ്സിലാവൂ. ഷുഗർ വെള്ളത്തിയിടണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.